നമസ്കാരം. വടകിലെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉന്നത വിജയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുകയും അതിലൊരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത് ഏറ്റവും മികച്ച കോളേജുകളിലൊന്നായ മിഡറ്റ് ക്യാമ്പസ് ഇന്ന് കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാർത്ഥികൾക്ക് മാനസിക ശാരീരിക സമ്മർദ്ദം ഒഴിവാക്കി അവരെ പഠനത്തിലേക്ക് നേരിടാൻ പഠനം എങ്ങനെ പരീക്ഷ എന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടി നിങ്ങൾ വിജയരഥം എന്ന പഠന ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാം. ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും 100% വിജയം ഉറപ്പാക്കാൻ വേണ്ടി വിജയരഥം എന്ന ഈ പരീക്ഷാ ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യും. സമാധാനത്തിനായ വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ, മിഡറ്റ് കോളേജിൻ്റെ ചെയർമാൻ പ്രകാശ് പ്രൊഫസർ, ആരാധനായ പ്രിൻസിപ്പൽ സുനിൽകുമാർ സർ, മറ്റ് സഹപ്രവർത്തകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, +2-ന് 100% വിജയം. കോളേജിന്റെ ഭാഗത്തു നിന്ന് സാധ്യമായത് എന്തെല്ലാം ചെയ്യാം എന്നുള്ള ചിന്തയുടെ ഭാഗമായി വന്നിട്ടുള്ള ഒരാശയമാണ് പഠന ക്യാമ്പിലൂടെ കുട്ടികളെ മാനസികമായി പരീക്ഷാ മനോഭാവത്തിലേക്കും പഠനത്തിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് വിജയരഥം എന്ന പേരിൽ ഇന്നിവിടെ ആരാധനായ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സ്ഥാപനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മിഡറ്റ് കോളേജിൽ വരുന്ന +2-ന് വരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും പാസ്സായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് ദൈനംദിന പരിശ്രമം നടത്തി വരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം വേണമെന്നുള്ള ചിന്തയുടെ ഭാഗമായി നമ്മൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് നിങ്ങൾക്കിപ്പോൾ നൽകി വരികയാണ്. 2-ാം തീയതി വരെ നമ്മൾ എക്സാം നടത്തി, പകുതി പോർഷന്റെ എക്സാം നടത്തി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്. അത് വാല്യൂ ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും മാർക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 100% പരീക്ഷയെ സമീപിച്ച കുട്ടികളുടെ എണ്ണം വിരലിലെണ്ണാവുന്നത് മാത്രമാണ്. അപ്പൊ അതിന്റെ സത്വര നടപടി എന്ന തരത്തിലാണ് നമ്മൾ വിജയരഥം പരിപാടി സംഘടിപ്പിക്കാൻ കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് 15 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ച് രാവിലെ പഠനവും ആ പഠിക്കുന്ന കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ എന്ന തരത്തിൽ ആ പരീക്ഷ 15 കുട്ടികൾക്ക് 15 ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ തരുന്നു. ആ വ്യത്യസ്തമായ ക്വസ്റ്റ്യനുകൾ ഓരോ കുട്ടികളും സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്ത ശേഷം അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ 15 ക്വസ്റ്റ്യൻ ആ 15 കുട്ടികളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരികയും അത് ടീച്ചേഴ്സ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ സോൾവ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ശൈലിയാണ് നമ്മൾ വിജയരഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അത് കൃത്യമായിട്ട് നടന്നു പോവുകയാണെങ്കിൽ 8 മുതൽ നമ്മൾ 28 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. അതിലൂടെ അത് പ്രാവർത്തികമാകുന്നതിലൂടെ തന്നെ ഒരു 100% വിജയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണമെന്നാണ് ഓരോ വിദ്യാർത്ഥിനും അതിനുവേണ്ടി എനിക്ക് വേണ്ടിയാണ് സ്ഥാപനം ഇത് ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, അച്ചടക്കത്തോടുകൂടി
ഈ ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ 100% വിജയം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അത് നമുക്ക് നേടിയെടുക്കണം. അതിന്റെ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടക്കും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സ്ഥാപനം മറ്റു തരത്തിലും എങ്ങനെ കുട്ടികളെ 100% പാസ്സാക്കിയെടുക്കാൻ, അധ്യാപകർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് എങ്ങനെ പാസ്സാക്കിയെടുക്കാം എന്നുള്ള കാര്യത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തവരും നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതൊന്ന് ആവർത്തിക്കുകയാണ്. 100% ഒരു ക്ലാസ്സിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും പാസ്സാവുകയാണെങ്കിൽ ആ ക്ലാസ് ടീച്ചർക്ക് 10,000 രൂപ പ്രോത്സാഹന സമ്മാനം സ്ഥാപനം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്ത 10,000 രൂപ കൊടുത്തില്ലെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനെ പ്രവർത്തിക്കില്ലേ എന്നുള്ളതല്ല. അവിടെ ഒന്നുകൂടി ഒരു മോട്ടിവേഷൻ, അവരെ കൂടി മോട്ടിവേഷൻ നൽകിക്കൊണ്ട് സാധ്യമായതെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞു, സാധ്യമായത് എന്തെല്ലാമാണോ ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനവും നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടും ടീച്ചേഴ്സിന് നല്ലൊരു മോട്ടിവേഷൻ നമ്മൾ നൽകുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഈ ഔപചാരികമായ ചടങ്ങ്, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരൊറ്റ ഫോൺ കോളിൽ ഓക്കെ പറഞ്ഞു കൃത്യസമയത്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള വടകര നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, അദ്ദേഹം ഏറെക്കാലം KSTA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഇന്ന് വടകരയുടെ ജനസാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ള സതീശൻ മാസ്റ്റർക്ക് എന്തായാലും ഏറെ നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. അദ്ദേഹത്തെ ഒരു നിറഞ്ഞ കയ്യിലോടുകൂടി നമുക്ക് ഓൺലൈൻ പഠന കാലത്തെ പരീക്ഷാ മുന്നൊരുക്കം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കുന്നത് ബിപിൻ സാറാണ്. ചെലക്കര BHSലെ ബിപിൻ സാർ വഴിമധ്യയാണ്. 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് അതിലൂടെ സാറിന്റെ ക്ലാസ് പ്രതീക്ഷിക്കാം. കുറച്ചു കാലം അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാൻ എനിക്കും സിനിമാർക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു പ്രഗതി സൗഹൃദ ക്യാമ്പസ് ഒരുക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികമായ തലങ്ങളെ കൂടി തൊട്ടറിഞ്ഞ് പഠന രീതി സംഭാവന ചെയ്യാൻ കാരണബോധനായിട്ടുള്ള ഇവിടത്തിന്റെ എല്ലാമായ സമാരാധ്യനായ ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാർക്ക് ഹൃദയം നിറഞ്ഞ ഒരു കയ്യടിയോടുകൂടി നമുക്ക് അപ്പം നമ്മുടെ സ്ഥാപനത്തിന് ദിശാബോധം നൽകി സ്ഥാപനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് നമുക്ക് വേണ്ട ഗൈഡൻസ് നൽകുന്ന നിങ്ങളുടെ പ്രിയ അധ്യാപകർ കൂടിയായ നമ്മുടെ പ്രിൻസിപ്പൽ സാർ സുനിൽ സാറെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനപ്പുറത്തേക്ക് നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് പഠന കാര്യത്തിലും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അനിൽ സാറിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. മറ്റൊരു കാര്യം, ഇത് ഇന്നൊരു അഭിമാന മുഹൂർത്തം കൂടിയാണ്. 2 നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നിങ്ങളുടെ മുമ്പിൽ നട്ടല് നിവർത്തിയിരിക്കുന്നുണ്ട്. അത് നാടിനും നമ്മുടെ കോളേജിനും അഭിമാനമായി നമ്മുടെ ബികോം ഇവിടുന്ന് കഴിഞ്ഞ വർഷം ബികോം കഴിഞ്ഞു പോയ അഹമ്മദ് ജിദ ഇന്ന് അലിഗഡ് സർവകലാശാലയിലെ MBA വിദ്യാർത്ഥിയാണ്. വലിയ കയ്യടി. അത് തൊട്ടടുത്ത് ഞാനും മോശക്കാരനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അൽ സഹബാസ്, അദ്ദേഹത്തിന്റെ പേര് മുഴുവനായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല, വലിയൊരു പേരാണ്. അൽ സഹബാസ് ഇന്ന് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബികോം MCOM വിദ്യാർത്ഥിയായിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. നിറഞ്ഞ കയ്യടി അദ്ദേഹത്തിന്. മാത്രമല്ല ഇയാളുടെ സഹപ്രവർത്തകരെയും ഈ വേദിയിലേക്ക്
സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വിജയരഥ പരിപാടിയിൽ സന്നിധരായിരിക്കുന്ന വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവരുടെ ഗണത്തിന്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാർ, മുന്നൊരിക്കലും ഇല്ലാത്ത വിധം ഒരു വർഷത്തിന്റെ 85% ദിവസങ്ങളും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടി വന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന +2 വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ഒരു 2-2.5 ആഴ്ചക്കാലം വളരെ വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ PK സതീശൻ മാസ്റ്റർ, മറ്റ് സഹപ്രവർത്തകരെ, ഏവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. സ്വാഗത ഭാഷണത്തിൽ മാനേജർ സൂചിപ്പിച്ചതുപോലെ 2 ചടങ്ങുകളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന് +2 വിജയരഥമെന്ന നാമകരണം ചെയ്ത പഠന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. രണ്ടാമത്തത് നമ്മുടെ കോളേജിന്റെ പേര് വാനോളം ഉയർത്തി എന്ന് ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ പറ്റിയ നമ്മുടെ 2 പൂർവ്വ വിദ്യാർത്ഥികൾ. ഇത്തരം സ്ഥാപനത്തിലെ സ്ഥാപനങ്ങളിൽ ബിരുദം പഠിച്ചതിന് ശേഷം, നേടിയതിനു ശേഷം മറ്റ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന അലിഗഡ് പോലുള്ള അത്തരം സ്ഥാപനങ്ങളിൽ ഉന്നത പഠനം നേടുക എന്നുള്ളത് പലർക്കും അത് അസംഭവ്യം, അങ്ങനെ നടക്കില്ല എന്ന് നാട്ടുകാരും ആൾക്കാരും തോന്നുന്ന, ചിന്തിക്കുന്ന ആ ചിന്തയാണ് ഷഹബാസും അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ജീതാറും പൊളിച്ചടക്കിയിരിക്കുന്നത്. അവരെ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കൊണ്ടിരുത്തിയത്, അവർ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് 2 നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. അവരെ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കൊണ്ടിരുത്തിയതിന്റെ ഒരു പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് അടുത്ത ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇവിടെയല്ല, നമുക്ക് വടകര ടൗൺ ഹാളിൽ വെച്ചിട്ട് ഈ കുട്ടികൾ മാക്സിമം ആൾക്കാർക്കും അതുപോലുള്ള നല്ല മാർക്ക് വാങ്ങി ആൾക്കാർ അംഗീകരിക്കുന്ന തരത്തിലുള്ള മറ്റു സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാവണം. ഇന്ന് 2 ആള് നാളെ 20, 40, 80, 100 കുട്ടികളായിട്ട് ആ രീതിയിലേക്ക് മാറണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഷഹബാസിനെയും അതുപോലെ അഹമ്മദ് ജിദാറിനെയും നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു വൈസ് ചെയർമാൻ പോലത്തെ ഒരു വ്യക്തിക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയോ രാവിലെ ആരംഭിച്ച് 10, 11, 12 മണിക്ക് അവസാനിക്കുന്ന ടൈറ്റ് ഷെഡ്യൂൾഡാണെന്ന് അറിയാവുന്നത് കൊണ്ട് ദീർഘിപ്പിക്കാതെ ഞാൻ ഈ ചടങ്ങ് അല്ലെങ്കിൽ വിജയരഥം എന്ന നമ്മുടെ +2 പരീക്ഷ പ്രത്യേക പഠന ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരാധ്യനായ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്ററെ സമയം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ശിവകുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ, പ്രിയപ്പെട്ടവർ, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വടകരയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വളരെ കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തിയ മിഡൽ കോളേജിനെ, അതിൻ്റെ പ്രവർത്തകരെ ഹൃദയപൂർവ്വം ആദ്യം തന്നെ അഭിവാദിക്കുന്നു. ഒപ്പം ഇവിടെ സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ച് നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയിട്ടുള്ള അഹമ്മദ് ജിദാൻ, അൽ ഷഹബാസ്, ഈ വിദ്യാർത്ഥികളെ ഞാനൊന്ന് തൊട്ട് അഭിവാദിക്കുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുക എന്നൊക്കെ ഞങ്ങളൊക്കെ പണ്ട് സ്വപ്നം കണ്ടതാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വലിയ വലിയ മഹാരഥന്മാരൊക്കെ പഠിച്ച കോളേജാണ്. ഇത് തൊട്ടപ്പെടാം. ഭാഗ്യമാണ്. ഇവർ നമുക്ക് പ്രചോദനമാണ്. ഇവരെ നമുക്ക് പിന്തുടരാം. നമ്മൾ തയ്യാറാണ്. പറഞ്ഞല്ലോ ഇവിടെ എന്തിനാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു, സ്വാഗതം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എല്ലാവരും ജയിക്കുക. ഇത്ര മനോഹരമായ ഒരു സങ്കല്പമല്ലേ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും ജയിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും സ്കൂളിൽ തന്നെ. എല്ലാവർക്കും സ്കൂളിൽ പോകാൻ കഴിയുമായിരുന്നോ?
ഇവിടെ വിജയത്തെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വന്നില്ല കേട്ടോ, അറിയൂ. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് 5 വയസ്സ് പൂർത്തിയായ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വരുന്നത്. 1ാം ക്ലാസ്സിൽ ചേരുന്ന 90% കുട്ടികളും +2 വരെ എത്തുന്നത്, 85% ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്താ കാര്യം അറിയാം? വേണ്ടെനിക്ക് ശാന്ത സ്വച്ഛ ജീവിതം, ഭൂമി പിളർക്കും കൊടുങ്കാറ്റിൻ ഊർജമാണ് എന്റെ ആത്മാവിൽ. മനസ്സിലാവുന്നില്ല അല്ലെ? ഒരു സുഖവും വേണ്ട എനിക്ക്, ഞാനിത് ത്യജിക്കുന്നു. ആർക്ക് വേണ്ടി? സമൂഹത്തിന് വേണ്ടി. അങ്ങനെ പൂർവീകരമായ കുറെ ആളുകൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരളം ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ചരിത്രം ഓർക്കാത്ത ഒരു സമൂഹം പഴയ ചരിത്രത്തിന്റെ ഇടുങ്ങിയ ഇടവഴിയിലൂടെ നയിക്കപ്പെടാൻ വിധിക്കപ്പെടും. വേണോ? ഓ മാറി നിൽക്ക്, വേണോ? നിനക്കിവിടെ സീറ്റില്ല, ഓ വേണോ? ചരിത്രം ഓർമ്മിക്കണം. ഇതാണ് ഓരോ സന്ദർഭത്തിലും നമ്മുടെ മുമ്പിൽ വരേണ്ട ചിന്ത. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം കടലെടുക്കും. ആ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും സ്കൂളിലേക്ക്, എല്ലാവരും ജയിക്കുന്ന, അതെല്ലാവർക്കും ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരും പഠിക്കുക, എല്ലാവരും ജയിക്കുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. വല്ലാത്തൊരു ചിന്തയുണ്ട് നമ്മുടെ മുമ്പിൽ. വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. നിങ്ങളൊരു 5 or 10 വർഷത്തേക്കാണോ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഒരു ഫലവൃക്ഷം നടുക. ഒരു 25 വർഷത്തേക്കാണോ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ നാണ്യവിളകൾ നടുക. നിങ്ങളൊരു തലമുറയെയാണോ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ വിദ്യാഭ്യാസം നൽകുക. ചെറിയ കാര്യമല്ല വിദ്യാഭ്യാസം. ഒരുപാട് മേഖലകളുടെ മുന്നോട്ടുള്ള പോക്കിനെ നിയന്ത്രിക്കുന്നതാണ്, തീരുമാനിക്കപ്പെടുന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ഉപദേശം ഇഷ്ടമല്ല. അധികം ഇഷ്ടം ഇല്ല, ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമായിരുന്നില്ല, നമുക്ക് ആർക്കും ഇഷ്ടമായിരുന്നില്ല. ഈ മാഷന്മാർക്കൊന്നും ഇഷ്ടമായില്ല. ഈ മാഷന്മാരൊക്കെ നമ്മൾ ഉപദേശിക്കൂലേ? അവർക്കും ഇഷ്ടമല്ല ഉപദേശം, ആർക്കും ഇഷ്ടമല്ല ഉപദേശം. എന്താ? അനുഭവത്തിന്റെ തീച്ചുളയിൽ കാഴ്ച എടുക്കപ്പെട്ട അനുഭവങ്ങൾക്ക് ഭംഗി കുറവായിരിക്കും, അതിന് സ്വീകാര്യത കുറവായിരിക്കും, സൗന്ദര്യം കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആർക്കും ഉപദേശം ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നാം തീരുമാനിക്കണം. ഞാൻ ജയിക്കണം, ഞാൻ തീരുമാനിക്കണം. തോക്കുന്നതും ഞാൻ തന്നെ. നമ്മൾ ഓരോരുത്തരും ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാം കൈകളിൽ ഒരു താക്കോൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ മനോഹരമായ കവാടം തുറക്കാനുള്ള താക്കോൽ. തുറന്നോളൂ, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. പക്ഷേ ഒന്നോർക്കണം, നരകത്തിന്റെ താക്കോലും അത് തന്നെയാണ്. അതാണ് കവി പാടിയിട്ടുള്ളത്. നമുക്ക് നാമേ പടിവത് നാഗം നരകവും അതുപോലെ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകൾ നമ്മെ മുമ്പോട്ട് നയിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യത്തെ കൂടി നാം കാണണം. ഒരു വിഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്താ വിഷൻ? പാതി തുറന്ന വാതിൽ. ഒരു വാതിൽ പാതി തുറന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം പാതി അടഞ്ഞ വാതിലും കൂടിയാണ്. പാതി അടഞ്ഞ വാതിൽ, അത് പാതി തുറന്ന വാതിലും കൂടിയാണ്. അപ്പോൾ വിഷൻ പ്രധാനമാണ്. ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? തുറന്ന വാതിലിനെയാണോ കാണുന്നത്, അതോ അടഞ്ഞ വാതിലിനെയാണോ ഞാൻ കാണുന്നത്? മുമ്പോട്ട് പോകണം. കല്ലും മുള്ളുമാണ് മുമ്പിൽ. മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഞാൻ, ഈ കല്ലുകളെ മാറ്റിക്കൊണ്ട്, അതിന്റെ മുകളിൽ മുള്ളുകളെ ചവിട്ടി മെതിച്ചുകൊണ്ട്. എനിക്കു രസമേ നിന്നോന്നതമാ വഴിക്കു തേരുകൾ വായിക്കാൻ. നല്ല സുന്ദരമായ വഴിയിലൂടെ മാത്രമല്ല, എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനും എനിക്ക് കഴിയണം. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ട മനോഭാവങ്ങൾ കൂടി പ്രധാനമാണ്. വിജയം മാത്രമല്ല, ജയിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല.
ഉന്നതങ്ങളിൽ എത്തിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥ കൂടി ഉണ്ടാവണം. കണ്ടില്ലേ, ഇന്നിപ്പോ പത്രത്തിൽ വായിച്ചു രാവിലെ തന്നെ 6 വയസ്സുകാരനെ കഴുത്തറത്ത് കൊന്നു അമ്മ. ഒരാഴ്ച മുമ്പേ ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു വാർത്ത നമ്മൾ വായിച്ചു. ഉന്നത വിദ്യാഭ്യാസമുള്ള, വലിയ വിദ്യാഭ്യാസമുള്ള പാരന്റ്സ്, ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന 2 മക്കൾ, അവരെ കൊന്നു. അപ്പൊ വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താ കലിയുഗത്തിന്റെ അവസാനം, സത്യയുഗത്തിന്റെ ആരംഭം. ഇപ്പോൾ കൊന്നാൽ പുനർജന്മം ഉണ്ടാകും. ഇപ്പൊ ഇന്നലെ കൊന്ന അമ്മയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു, ഉൾവിളിയാണ്. മനസ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് നല്ല വിനീതദാസനാണ്, പക്ഷെ അതേസമയം ക്രൂരനായ യജമാനമാണ്. ഓർക്കണം, മനസ്സിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ ഒരു വിജയവും കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നല്ലോണം ചിന്തിക്കണം. പഠിക്കാനുള്ള അവസരങ്ങൾ അധ്യാപകർ ഒരുക്കുമ്പോൾ, അതിനുള്ള എല്ലാ പിന്തുണയും നൽകുമ്പോൾ, നിങ്ങൾ ഓർക്കണം, ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാതെ ലക്ഷോപലക്ഷം കുട്ടികൾ ലോകത്തുണ്ട്, കോടിക്കണക്കിന് കുട്ടികൾ ലോകത്തുണ്ട്. ഒരു ദിവസം പട്ടിണി കൊണ്ട് മാത്രം മരിക്കുന്ന 8000 കുട്ടികളുണ്ട് ലോകത്ത്. ഭീകരമാണ് അവസ്ഥ. പക്ഷേ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അവസരം പഴയ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ കഥയാണ്. അതുകൊണ്ട് അത് മറക്കാതെ നല്ല മനസ്സ് രൂപപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയുമ്പോൾ, നമ്മൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഒരു സ്വർഗം പണിയും, അല്ലെങ്കിൽ അത് നരകമായി മാറും. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും, ഓരോ സമയവും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ, വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് കൂടി വേണ്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ ഏറ്റവും നല്ല മക്കളാണ് നമുക്ക് മാറാൻ കഴിയും. അമ്മയുടെ മുലപ്പാൽ ഓരോ കുട്ടിയുടെയും അവകാശമാണ്. പക്ഷെ അമ്മയുടെ ചോര പിടിക്കാൻ പാടില്ല, അത് അവകാശമല്ല. സ്വന്തം വീട്ടിലെ അമ്മയെ തള്ള എന്ന് വിളിച്ച് അമ്മയെ കാണാൻ ക്യൂ നിൽക്കുന്നവരുടെ നാടായി കേരളം മാറുന്നുണ്ട്. നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച ഈ കേരളം പോലും അങ്ങനെ മാറുന്നുണ്ട് എങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാവും. അക്ഷരജ്ഞാനം അറിവല്ല, അറിവിന്റെ രക്ഷാ കവാടമാണെന്ന് ഓർക്കുക നാം. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ നല്ല മനുഷ്യരായി തീരാൻ കൂടി വിജയനിത പരിപാടിയുടെ ഭാഗമായി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് കഴിയട്ടെ. അങ്ങനെ കഴിയുമ്പോൾ മിഡറ്റ് ഈക്വലൈസ് ഒന്നുകൂടി ആളുകളുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ച് ജീവിക്കും. അതിനിട വരുത്തട്ടെ ഈ പരിപാടികൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓൺലൈൻ കാലത്തെ മുന്നൊരുക്കം ക്ലാസുകൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, വിജയത്തോടൊപ്പം നല്ല മനുഷ്യരാവാൻ കൂടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുക. ഓർക്കുക, ഇണക്കുരുവിളികളിൽ 2 എണ്ണം, ഒന്ന് വെടിയേറ്റ് വീണപ്പോൾ ആ വീണ പക്ഷിയുടെ വേദന, ആ പക്ഷിയെ നഷ്ടപ്പെട്ട മുകളിലിരിക്കുന്ന പക്ഷിയുടെ വേദന, അത് എന്റെ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രത്നാകരൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ വാൽമീകി എന്ന് പറയുന്ന ലോകമറിയുന്ന വലിയ മഹാകാവ്യത്തിന്റെ ഉടമയായിരുന്നു. മറ്റുള്ളവരുടെ വേദന തന്റെ വേദനയാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ഒരാൾ ജീവിക്കുന്നത്. മദർ തെരേസ, ആഗ്നസ് ഗോംസ് എന്ന് പറയുന്ന യുഗോസ്ലാവിയയിലെ ഒരു പെൺകുട്ടി മറ്റുള്ളവരുടെ വേദന തന്റെ വേദനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചപ്പോഴാണ് മദർ തെരേസയായി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. അതിന് നമ്മുടെ വിഷൻ വളരെ പ്രധാനമാണ്. ഓരോന്നിനെയും നാം എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. ഇവിടെ ഈ സംരംഭങ്ങളെല്ലാം അതിന് ഓരോരുത്തർക്കും സഹായകരമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം. സ്വീകരിച്ച് ഇവിടെ എത്തി
വിജയകര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആരാധനായ വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ സാറിന് മെഡലിന്റെ ആദരവ് നൽകുന്നത് പ്രകാശ് ബാബു, മെഡൽ ചെയർമാൻ. ഇതൊരു ആദരവായിട്ടല്ല, ഉത്തരവാദിത്തമായി ഞാൻ സ്വീകരിക്കുകയാണ്. ബികോം പഠനം പൂർത്തിയാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ MCOM അഡ്മിഷൻ നേടിയ ഷഹബാസിനും അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ബികോം പൂർത്തിയാക്കി ഇപ്പോഴത്തെ സ്വപ്നം കൂടിയായിട്ടുള്ളത് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ MBA അഡ്മിഷൻ കരസ്ഥമാക്കി അഡ്മിഷൻ നേടിയ നമ്മുടെ പ്രിയ പൂർവ്വ വിദ്യാർത്ഥി അഹമ്മദ് ജിദാറിനെയും അനുമോദിക്കുന്ന ചടങ്ങാണ്. അനുമോദിക്കാൻ വേണ്ടി നമ്മുടെ മെഡലിന്റെ ആരാധനായ ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാറിനെയും അനുമോദനം സ്വീകരിക്കാൻ വേണ്ടി അഹമ്മദ് ജിദാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ MCOM അഡ്മിഷൻ ലഭിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അൽ ഷഹബാസ്. ബഹുമാനപ്പെട്ട വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ PK സതീശൻ മാഷ്, പിന്നെ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നൽകാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ വിപിൻ കുമാർ കെ എന്ന ട്രെയിനർ, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ചിറക്കര അധ്യാപകൻ കൂടിയാണ്. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിശിഷ്ട വ്യക്തികളായിട്ട് എത്തിയിരിക്കുന്നത് ജീത, പിന്നെ ഷഹബാസ്, മറ്റു അധ്യാപകർ, കുട്ടികളെ. വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ ഒരു 3-4 വർഷം പുറകോട്ട് പോകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഉണ്ടായ ചെറിയ ഒരു എന്തൊക്കെയോ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിനൊക്കെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം പിന്നെ വളരെ വളരെ നല്ല നിലക്ക് അതിജീവിച്ചു. ഒരിക്കലും പിന്നെ ആത്മാർത്ഥമായി പറയട്ടെ, എനിക്ക് തോന്നുന്നു ജീതാറും ഷഹബാസും നേടിയ നേട്ടം ഒരു ക്ലാസ് റൂമിനുള്ളിലുള്ള പഠനം മാത്രമായിരുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അന്ന് പ്രത്യേകിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന JCI പോലുള്ള പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഒരു പിന്നെ കൺവെൻഷണൽ എഡ്യൂക്കേഷന് പുറത്ത് നിന്നുകൊണ്ട് നമ്മളുടെ മാനസികവും അതുപോലെ ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ഉത്തേജനത്തിലൂടെ, അല്ലെങ്കിൽ പിന്നെ ഒരു എന്താണ് നമ്മളെന്ന് വ്യക്തമായിട്ട് അറിയുമ്പോഴേ ഓരോ വ്യക്തിയും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത എത്തുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിലേക്കുള്ള അവരുടെ മികവ് തന്നെയാണ് ഇന്ന് ഈ വേദി പിന്നെ വിശിഷ്ട വ്യക്തികളായിട്ട് അവർക്ക് വരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ പരീക്ഷയിലൂടെ പിന്നെ MBA അഡ്മിഷൻ വാങ്ങിക്കുക, MCOM അഡ്മിഷൻ വാങ്ങിക്കുക. പ്രത്യേകിച്ചും ഷഹബാസിന് MCOM പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് പോലും അങ്ങനെ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് അങ്ങനെ പഞ്ചാബിലേക്ക് മാറിയത്. ചിലപ്പോൾ അവിടുത്തെ നോർത്ത് ഇന്ത്യയുടെ കൾച്ചറിനെ പറ്റി പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ എനിക്കറിയില്ല. എന്തായാലും ശരി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരു MCOM പഠിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു പറഞ്ഞാൽ തന്നെ ഇന്ന് നമുക്കറിയാം. പിന്നെ പല കുട്ടികൾക്കും കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കോളേജ് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയിലാണ് ഒരു ഓൾ ഇന്ത്യ പരീക്ഷ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ചില്ലറ അച്ചീവ്മെന്റ് അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, നമ്മുടെ വടകരയിലോ കോഴിക്കോട് ജില്ലയിലോ തന്നെ വളരെ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് മാത്രം ലഭിക്കാവുന്ന, അല്ലെങ്കിൽ ചുരുക്കം പേർക്ക് ലഭിക്കാവുന്ന ഈ ഒരു അച്ചീവ്മെന്റ് ഇവിടെ മെഡിക്കൽ നിങ്ങളെ പഠിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടി എന്നുള്ളത് പിന്നെ എനിക്കും അതുപോലെ നിങ്ങൾക്കും ഇവിടുത്തെ ഓരോ അധ്യാപകർക്കും പിന്നെ അഭിമാനിക്കാവുന്നൊരു വലിയൊരു കാര്യമാണ്, ഒരു നേട്ടമാണ്. എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സാമ്പത്തികവുമായി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വളരെ വളരെ അത് എത്രമാത്രം എനിക്ക് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എഴുതിക്കുന്ന പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, അൻസാർ ആയിക്കോട്ടെ, ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇനി വരുന്ന 2 ആഴ്ച കാലത്തെ പദ്ധതി
ഇതുപോലെയൊക്കെയുള്ള നേട്ടങ്ങൾ പറ്റാവുന്നത് എല്ലാവർക്കും ഇതുപോലെ പറ്റണം നിർബന്ധം. സതീശൻ മാഷ് പ്രത്യേകം പറഞ്ഞു എല്ലാവർക്കും ഒരുപോലെ പറ്റണം നിർബന്ധമില്ല. പക്ഷെ എന്റെ പൊട്ടൻഷ്യൽ എന്താണോ എന്ന് ഓരോ കുട്ടിയും മനസ്സിലാക്കി ഹാർഡ് വർക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും പ്രിൻസിപ്പാൾ ഉൾപ്പെടുന്ന എല്ലാ അധ്യാപകരും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ലിബിൻ സാർ തരുന്നുണ്ട്. ഞാൻ കൂടെ സംസാരിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന ഷഹബാസിനും ജിതാറിനും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. വലിയ നേട്ടങ്ങൾ നേടിയ ഇവിടെ വെച്ച് മെഡത്തിന്റെ ഏറ്റവും വലിയ ആദരവ് ഏറ്റുവാങ്ങിയ അഹമ്മദ് ജിതാറിനെ മറുമൊഴിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ PK സതീശൻ സർ, അതുപോലെ മെഡിക്കൽ കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ സുനിൽ സർ, അനിമാഷ്, അതുപോലെ ഓൺലൈൻ കാലത്തെ പരീക്ഷാ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ക്ലാസ്സിന് വന്നിട്ടുള്ള വിപിൻ കുമാർ സർ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ വൈകിയ വേളയിൽ ഒരു പ്രഭാഷണത്തിനുള്ള ഒരു അവസരം ഞാൻ കാണുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ ഈ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ ഈ കോളേജിൽ ജീവിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ആദ്യമായി ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കേൾക്കുന്നത്, എനിക്കറിയാം നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചോ IIMസിനെ കുറിച്ചോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് ഞാനും ഇവിടെ വരുന്നതിന് മുമ്പ് കേട്ടിട്ടില്ല. അത് കേട്ടത് ഇവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളായിരുന്ന സുധീഷ് സർ ഒരു ദിവസം ക്ലാസ് ഞങ്ങളോട് വന്ന് പറഞ്ഞ് IIMസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്നും ആ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ നമ്മളെപ്പോലെ ഈ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുന്ന നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്കും സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അത് വ്യക്തമായ ബോധം തന്നത് സുധീഷ് സാറിനാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജിനോട് എനിക്ക് അതിയായ കടപ്പാടും കൃതജ്ഞതയും ആ അധ്യാപകന് ഈ വേദിയിലില്ല, ആ അധ്യാപകനോടും ഒരുപാട് കൃതജ്ഞതയും കടപ്പാടും സ്നേഹവും ഒക്കെ ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഇന്ന് മിഡൽ കോളേജിന്റെ ഞാൻ ചേരുന്ന സമയത്തുള്ള ഒരു പരസ്യം ഉണ്ടായിരുന്നു, വടകരയിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് എന്നുള്ളത്. അത് കണ്ടിട്ടാണ് സത്യത്തിൽ ഞങ്ങളോട് വന്നു ചേർന്നിട്ടുള്ളത്. ഇന്ന് ഇവിടെ ജീവിച്ചതിൽ വെച്ച്, ഇവിടെ ജീവിച്ചതിൽ വെച്ച് ഞാൻ പറയുന്നു, ഇന്ന് വടകരയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമ്പസ് ഇന്ന് മിഡൽ കോളേജ് തന്നെയാണ്. അതുപോലെ ഇന്ന് എന്നോട് അഡ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അതിനേക്കാൾ ഊന്നി പറയുന്നത് എന്റെ മുന്നിലിരിക്കുന്ന +2+1 വിദ്യാർത്ഥികളോടാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു കുറ്റബോധം എന്ന് പറയുന്നത്, +2 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേന്ദ്ര സർവകലാശാലകളെ കുറിച്ചും അതുപോലെ IIT എന്നിവയെ കുറിച്ചും ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ കരുതുന്നത് പോലെ ഈ മിഡൽ കോളേജിൽ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടില്ല എന്നില്ല. കാരണം മാർച്ച് മാസത്തിൽ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് 50% മാർക്ക് മാത്രം നിങ്ങൾ +2 വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ എക്സാം ചെയ്താൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കും. അത് പല കുട്ടികൾക്കും, നമ്മളെ പോലെയുള്ള പല കുട്ടികൾക്കും അറിയില്ല. നമ്മളൊക്കെ കരുതുന്നത് അത് വലിയ ഒരു സംഭവമാണ്, ഒരുപാട് പണ്ട് മുതലേ CBSEകളിൽ പഠിച്ച് ഉന്നതമായ മാർക്കുകളൊക്കെ നേടുന്ന കുട്ടികൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നമ്മളെ പോലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ അങ്ങനെയുള്ള വലിയ കേന്ദ്ര സർവകലാശാലകളിലേക്ക് എത്തിയിട്ടുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിയിട്ടുണ്ട്, IIMസുകളിൽ എത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഞങ്ങൾ. അത് വലിയൊരു സംഭവമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ബി എ ഗുഡ് പേഴ്സണാലിറ്റി. നിങ്ങൾ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാകുന്നു എന്നുള്ളത് തന്നെയാണ്. പഠനം എന്നതിലപ്പുറം പാഠ്യേതര പ്രവൃത്തികൾ, നമ്മൾ ഏർപ്പെടുന്ന വിവിധങ്ങളായ ഒരുപാട് കലാപരിപാടികളിലും കായിക പരിപാടികളിലും ഒക്കെ നമ്മൾ ഏർപ്പെടുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന നേട്ടങ്ങളാണ് ഏറ്റവും വലിയ നേട്ടം. നിങ്ങൾക്ക് അവിടെ ആ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് സംവദിക്കാൻ കേൾക്കുന്നത് നിങ്ങളുടെ ഇടവലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കങ്ങളിലുള്ള കുട്ടികളുമായിട്ടല്ല, ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളുടെ ബെഞ്ചിന് തൊട്ട് സൈഡുകളായിരിക്കുന്നത്. നിങ്ങളുടെ ഹോസ്റ്റലുകളിൽ
നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങില്ല അല്ലെങ്കിൽ നല്ല മിടുക്കരായ വിദ്യാർത്ഥികളുമായിട്ടായിരിക്കും നിങ്ങൾക്ക് സംവദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ, ഈ എക്സാമിനേഷൻ ഈ മാർച്ചിൽ രജിസ്ട്രേഷൻ വരുന്നുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള അധ്യാപകരുമായി കോൺടാക്ട് ചെയ്യാം. എല്ലാവിധ ഹെൽപ്പുകളും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ വരെ ചെയ്തു തരുന്ന ഗ്രൂപ്പുകളുമായിട്ടും അവിടെയുള്ള മലയാളി അസോസിയേഷനുമായിട്ടും നിങ്ങളെ ബന്ധപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഇവിടെയുള്ള അധ്യാപകരുടെ കയ്യിലൊക്കെ ഉണ്ട്. അതുപോലെ ഈ അധ്യാപകരുമായി കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇന്ന് ഇവിടെയുള്ള ഈ പരിപാടി ഓൺലൈൻ കാലത്തെ പരീക്ഷാ മുന്നൊരുക്കം ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ എല്ലാവരും വലിയ ഒരു വിജയത്തിന് അർഹരാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ അടുത്ത വർഷം നിങ്ങളുടെ കുറച്ചു പേരുടെ മുഖങ്ങളെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഷാബാസ്. ഇങ്ങനൊരു പരിപാടി ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയത് ആദ്യമായിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനോടും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇനി ഇങ്ങനൊരു സ്വീകരണം ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് പോയ ആൾക്കാരെല്ലാം നമ്മളോട് ഇങ്ങനൊരു എൻട്രൻസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിനെ ശരിക്കും പറഞ്ഞാൽ ജീതാര പറഞ്ഞ പോലെ ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എവിടെ പഠിക്കാം, എങ്ങനെ നല്ലൊരു കോളേജിൽ പഠിക്കാം എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എന്നോട് റണീസ് സാറാണ് പറഞ്ഞിട്ടുള്ളത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഇങ്ങനെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തേർഡ് ഇയർ കാര്യം ആ സമയത്ത് തന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. എങ്ങനെയാണ് എക്സാം എഴുതുക, അതിനുവേണ്ടി എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, അങ്ങനെ ഒരു 50% മാർക്ക് ഡിഗ്രിയിൽ കിട്ടിയാൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഡിഗ്രി കഴിഞ്ഞ പാട് അറ്റൻഡ് ചെയ്തു, അങ്ങനെ അത് കിട്ടി. പിന്നെ CUC കിട്ടിയ അണ്ടറിൽ 2 യൂണിവേഴ്സിറ്റി കിട്ടി. ഇതൊക്കെ വെച്ചാൽ ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഞങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സിനാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഇവരാണ്. ശരിക്കും പറഞ്ഞാൽ 2 ആൾക്കാരുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഞങ്ങളെ പിടിച്ചിട്ട് ഇവിടുത്തെ JCA പ്രസിഡന്റ് ആക്കി. ഇതിനു വരെ എന്നാ വേണ്ട? കാരണം വെച്ചാൽ ശരിക്കും എന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി +2 കഴിഞ്ഞിട്ട് എനിക്ക് ഡിഗ്രി ഒരു കോഴിക്കോടുള്ള MA എന്നൊരു കോളേജ് കിട്ടി. ആ സമയത്ത് എന്റെ വീട്ടിൽ സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞ വെച്ചാൽ ദൂരം കൂടുതലാണ്, അവിടെ പോയി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ചേർന്നു. ഞാൻ വേറെ കോളേജ് നോക്കിയില്ല, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ചേർന്നു. പക്ഷെ അന്ന് ഞാൻ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു എനിക്ക് ഞാൻ മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ആരുടെ മുന്നിൽ നിന്ന് നേരിട്ട് സംസാരിക്കാറില്ല. ഇവിടുന്ന് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ചില നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും, ഞാൻ കഴിഞ്ഞവരോട് ഉണ്ടായിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റ്സ് ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സിന് കൊടുക്കുകയാണ്. പിന്നെ വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മളെ ഉൾപ്പെടുത്തിയതിനും പിന്നെ ചെയ്താൽ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോ അനുഭവിക്കുന്ന വെച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളൊരു സങ്കടം എന്ന് വെച്ചാൽ ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉള്ള കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഒരിക്കലും ഞാനൊന്ന് അറ്റൻഡ് ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോ എഴുതിയ എക്സാം അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ്, പിന്നെ അതുപോലെ തന്നെ JNU, JMI അങ്ങനെ എല്ലാ എൻട്രൻസ് എക്സാമും നിങ്ങൾക്ക് ഈ +2 കഴിഞ്ഞ പാടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഒരു സങ്കടം ഉണ്ടാവരുത്, കാരണം നിങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഡിഗ്രി പഠിക്കാൻ താല്പര്യം, നല്ലൊരു കോളേജ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തമിഴ്നാട്, കർണാടക അങ്ങനെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും പഠിക്കാം. വളരെ ഇന്ത്യയിൽ വെച്ചിട്ട് നേരെ സാർ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വെച്ചിട്ട് അത്രയും നല്ല യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ ഇന്റഗ്രേറ്റഡ് PG എന്ന് പറഞ്ഞ ഡിഗ്രി PG ഒന്നിച്ചിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി മാത്രമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെറും +2 50% മാർക്ക് വാങ്ങിയിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെച്ചാൽ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അല്ലെങ്കിൽ സാറിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലോണം പഠിക്കാം, എന്നിട്ട് നമ്മളോട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടായിട്ട്. ഇപ്പം ആദരവേറ്റു തുടങ്ങിയ അഹമ്മദ് ജീതാറായാലും ഷഹബാസ് ആയാലും ക്ലാസ് റൂമിലെ പഠനത്തിനപ്പുറത്ത് അവർ ഇവിടെ പഠിച്ച 3 വർഷവും നമ്മുടെ കലോത്സവമായി ബന്ധപ്പെട്ടും അതുപോലെ JCAയുടെ ഇവിടുത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തികളാണ്.
ഇപ്പൊ ജീതാറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. ജീത സെക്കൻഡ് ഇയറിലെ സമയം മുതൽ നമ്മളൊരു മാഗസിൻ ചെയ്യണമെന്നൊക്കെ ആയിട്ട് എന്റെ പിന്നാലെ ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ ഇത്രയധികം കുട്ടികളൊന്നും അന്ന് ഒരു 2 വർഷം മുമ്പേ കോളേജിൽ ഇല്ലായിരുന്നു. അപ്പൊ വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, അത് നടന്നില്ല. ഈ വർഷം നമ്മളൊരു 40 പേജിന്റെ ഒരു ഡിജിറ്റൽ മാഗസിൻ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് വരുന്നതായിരിക്കാം. അത് ഏകദേശം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതില് ജീതാറിന്റെ ചെറിയൊരു ഒരു കുറിപ്പെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഇവർ രണ്ടുപേരും മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ച അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത സഹായമുണ്ട്. ആ സഹായം നമ്മൾ സ്വീകരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ജീതാറിനെ ഷഹബാസിനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ അനിയന്മാർ അതുപോലത്തെ അവസരം കണ്ടെത്തുക എന്നുള്ള നിങ്ങളുടെ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹം നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടുത്തതായി ഈ ചടങ്ങ് ആശംസ പ്രസംഗങ്ങളാണ്. ആദ്യമായി ആശംസ അർപ്പിക്കാൻ വേണ്ടി ദിൽജിത്ത് മാഷെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളുമായ സുനിൽകുമാർ കോട്ടപ്പള്ളി, സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സർ, സ്ഥാപനത്തിന്റെ മാനേജർ അനിൽകുമാർ സർ, എൻ്റെ പ്രിയപ്പെട്ട 2 വിദ്യാർത്ഥികളായ ജിതാറും അൽഷബാസ്, എൻ്റെ സ്നേഹം സഹപ്രവർത്തകരെ, സർവോപരി +2 ചെറിയ +1 കുഞ്ഞുങ്ങളെ, വടകര മിഡൽ കോളേജ്, നമുക്കറിയാം ജീതാറിനെ പോലെയുള്ള ഒരുപാട് ബഹുമുഖ പ്രതിഭകളെ വടകരയ്ക്ക് സമ്മാനിച്ച് വടകരയിലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒരു പതിറ്റാണ്ടുകളധികമായിട്ട് പഠനവും അതോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് മിഡൽ കോളേജ്. അതിൽ യാതൊരു സംശയവുമില്ല. മിഡലിന്റെ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പരിപാടികളെ എടുത്ത് നോക്കിയാലും വടകരയിലെ മറ്റ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എത്രത്തോളം നമ്മുടെ സ്ഥാപനം ഉയർന്നു നിൽക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി അടുത്ത ഒരു അധ്യയന വർഷത്തിൽ അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളെ പോലെ തന്നെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനവും അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള പരിപാടികൾക്കാണ് ഇവിടെ നല്ലൊരു ക്ലാസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കാലത്തെ പരീക്ഷയുടെ മുന്നൊരുക്കം എന്ന് പറയുന്ന ക്ലാസ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ വിപിൻ കുമാർ സർ വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഇത്തരമൊരു പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളെയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, കോളേജ് ചെയർമാൻ, മാനേജർ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ പുറത്തു നിൽക്കുമ്പോൾ ആഗ്രഹിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹം പറയാനും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെ പരീക്ഷ മുമ്പുള്ള ഒരുക്കത്തിന്റെ ഭാഗമായുള്ള ഇത്തരം ക്ലാസ്സുകളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ തരം ചിന്തിക്കുമ്പോഴും നിങ്ങളൊക്കെ തന്നെ എത്രയോ ഭാഗ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടത്ര അതിലേറെ കെയർ കിട്ടുന്നുണ്ട്, ശ്രദ്ധ കിട്ടുന്നുണ്ട്, അന്വേഷണം കിട്ടുന്നുണ്ട്. ആ കോളേജിൽ നിന്നായി കഴിഞ്ഞാലും വീട്ടിൽ നിന്നായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സമൂഹത്തിനായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒത്തിരി സഹായങ്ങള് അല്ലെങ്കിൽ പരിഗണനകള് അല്ലെങ്കിൽ പിന്തുണ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ +2 എക്സാമിന് വേണ്ടി അത്രമാത്രം ബുദ്ധിശക്തി ആവശ്യം എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഒരു കാര്യം വേണം, താല്പര്യം. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരുന്ന ഉറപ്പില്ല. കാരണം അതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങള് അധ്യാപനത്തിലൂടെയും അല്ലാതെയും കോളേജിൽ നിന്നും മറ്റ് വീടുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നേരത്തെ മാഷ് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഇപ്പം ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ
100% വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സും തുടർന്നുള്ള മറ്റ് പഠന ക്യാമ്പും. ഈ ഒരു മാസക്കാലം നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന വിജയം നേടാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അധ്യാപനത്തിന്റെ കാലത്തെ പരിചയം എന്ന് പറയുന്നത്. കാരണം +2 എക്സാം അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പൊതുവെ ക്വസ്റ്റ്യൻസ് ഈസിയാണ്, ലിബറൽ ആണ്, വാല്യുവേഷൻ ഇംപ്രഷൻ ലിബറൽ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുക, താല്പര്യം കാണിക്കുക. മറ്റെല്ലാ സാഹചര്യങ്ങളും വളരെ അധ്യാപന ഭാഗത്തുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ബാലൻസ് നിർണ്ണയം എത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ നേരത്തെ സംസാരിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികൾ, അത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ്. കാരണം ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി പറയും നമുക്കിപ്പോ +2 ഗൗരവം മനസ്സിലാകുന്നില്ല. അതൊരു വലിയൊരു ക്യാമ്പസ് ആണ്, അനുഭവമാണ്. അത് അക്കാദമിക് തലത്തിൽ ഉണ്ടാകുന്ന കഴിവ് മാത്രമല്ല, കൂടുതൽ നാട് കാണാം, പരിചയപ്പെടാം, നമ്മൾ ആകെ മാറും. ഞാൻ തോന്നുന്നു ബിക്കോരം പഠിക്കുമ്പോൾ സംസാരിച്ച മാതിരിയല്ല ഇപ്പോഴും ഇവർ 2 പേരോട് സംസാരിക്കുന്നതും അവരുടെ മൊത്തം അക്കാഡമിക്സിന്റെയും അത്രമാത്രം സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിലും തുറന്നു വിടുന്നുണ്ട്. അതിനൊരു മോട്ടിവേഷനെയാണ് നിങ്ങൾ വാക്കുകൾ കരുതുന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ മികച്ച രീതിയിൽ കൃത്യമായ ക്ലാസ്സിൽ വരികയും മറ്റെല്ലാ കാര്യങ്ങളും ഡിസിപ്ലിനായി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയം കാണാൻ പറ്റും. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഉദ്ഘാടകനായ വൈസ് ചെയർമാൻ, കോളേജിന്റെ ചെയർമാൻ, നമ്മുടെ പ്രിൻസിപ്പൽ, മാനേജർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നിങ്ങളോട് സംസാരിക്കാനായി കാത്തു നിൽക്കുന്ന അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട 2 വിദ്യാർത്ഥികളെ, +2 എൻ്റെ പ്രിയ മക്കളെ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ +2 വിജയരഥം പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഉദ്ഘാടന സമയത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. അപ്പൊ അവര് കൈക്കൊണ്ട ആ നേട്ടങ്ങൾ നിങ്ങളിലൂടെ ഇനിയും മെഡിക്കൽ കോളേജിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വിജയരഥം പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, +2 വിജയം ലക്ഷ്യമാക്കിയുള്ള വിജയരഥം പരിപാടിയുടെ രൂപരേഖ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കും. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ പല സമയങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള +2 കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്നത് നമ്മുടെ ഒരു സമയം മാനേജ്മെന്റാണ്, ടൈം മാനേജ്മെന്റാണ്. പാഠഭാഗങ്ങൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു, റിവിഷൻ ആരംഭിച്ചു. ഇനി ഇവിടെ 10-20 ദിവസം നിങ്ങൾ അത് പൂർണ്ണമായി നിങ്ങളുടെ വിനിയോഗിക്കുകയാണെങ്കിൽ, ആ ടൈം നിങ്ങൾ വളരെ ടൈം ടേബിൾ അനുസരിച്ച് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായി ഈ 10-20 ദിവസം നിങ്ങൾക്ക് നേട്ടമായി മാറ്റാൻ സാധിക്കും. അതല്ലാതെ നിങ്ങൾ ഈ സമയത്തെ ദുരുപയോഗം ചെയ്താൽ, മിസ്മാനേജ്മെന്റ് ചെയ്താൽ, അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കതൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും. അപ്പോൾ +2 ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ വിജയരഥം പരിപാടിയിൽ നിങ്ങൾ കൃത്യമായി പാഠഭാഗങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ച് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ കാലപ്പുകൾക്ക് കൂടുതൽ കരുത്തേറുന്നതാണ് +2. അത് നല്ല രീതിയിൽ വിനിയോഗിച്ച് നല്ല സ്കോർ മേടിക്കാനുള്ള ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജ് ചെയർമാൻ പ്രൊഫസർ, പ്രിൻസിപ്പൽ സർ, മറ്റ് ബഹുമാനീയരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, ആദ്യമായിട്ട് നമ്മളുടെ അനുമോദനം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ നമ്മളുടെ വിജയികൾക്ക് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലക്കല്ല, ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് തീർച്ചയായും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ്. അതായത് ഹാർഡ് വർക്ക് എന്ന് പറയും.
ഹാർഡ് വർക്ക് എന്നതിലപ്പുറം ഇപ്പോൾ അതൊരു സ്മാർട്ട് വർക്ക് എന്ന് കൂടി പറയേണ്ടി വരും. സ്മാർട്ടായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതിലൂടെയാണ് നിങ്ങളുടെ വിജയം. പിന്നെ അതിലേക്കുള്ള ഒരു വിജയ രഥമാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതിൽ ഏറി നിങ്ങളെല്ലാവരും ഈ സ്റ്റേജിൽ ഇതുപോലെ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഓരോ അധ്യാപകർക്കുമുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഉയരങ്ങളിൽ എത്തി നമ്മൾക്ക് അവരെ അനുമോദിക്കാനൊക്കെയുള്ള ഒരു ചടങ്ങ്, അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കുട്ടിയുടെ അല്ലെ ഒരു വ്യക്തിയുടെ ഏറ്റവും ആദ്യത്തെ, അതായത് ഒരു ഫാമിലി ഈസ് ദ പ്രിലിമിനറി കമ്മ്യൂണിറ്റി ഓഫ് എ ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഓരോ കുട്ടിക്കും അവരവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുകൾ, അതായത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങൾ സമൂഹത്തെ അറിഞ്ഞിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളുടെ വിജയികളുടെ മാതാപിതാക്കളെ കൂടി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം അങ്ങനെയാണ് തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഒരു വിജയത്തിന്റെ പാതയിലേക്ക് നമ്മളുടെ വിജയരഥം കൊണ്ട് എത്തിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളായിട്ട് നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഓൺലൈൻ കാലത്തെ പരീക്ഷാ മുന്നൊരുക്കത്തെ കുറിച്ച് നിങ്ങളോട് സംവദിക്കാൻ എത്തിച്ചേർന്ന എൻ്റെ ഏക പ്രിയപ്പെട്ട അധ്യാപകൻ വിപിൻ മാഷ്, കോളേജിൻ്റെ മാനേജർ അനിൽ മാഷ്, സുനിൽ സാർ, ഇവിടെ നിന്നും പഠിച്ച് നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റധ്യാപകരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, മരണം പതിയിരിക്കുന്ന ഭൂമി, മരണം പെയ്തിറങ്ങുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഏത് നിമിഷവും നമ്മെ തേടിയെത്താവുന്ന ഒരു മഹാമാരി നമുക്ക് ചുറ്റും നിന്ന് നമ്മെ ഭീതിപ്പെടുത്തുമ്പോൾ ആ ഭയാനകമായ സാഹചര്യത്തിൽ ഒട്ടും മാറി നിൽക്കാതെ തങ്ങളിൽ വിശ്വാസം അർപ്പിച്ചെത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ 100% വിജയത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കോളേജിന്റെ അർപ്പണബോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് വിജയരഥം എന്നുള്ള പരിപാടി. മറ്റാരും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് മുതിരില്ല എന്ന് നമുക്കറിയാം. മലപ്പുറം ജില്ലയിൽ ഇന്നലെ നമ്മളെ തേടിയെത്തിയ ഒരു വാർത്ത, ഒരു സ്കൂളിലെ 50ഓളം അധ്യാപകർക്കും 150ഓളം വിദ്യാർത്ഥികൾക്കും കോവിഡ് രോഗം പിടിപെട്ടു എന്നുള്ളതാണ്. അത്രയും ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ കൂടിച്ചേർന്നിട്ട് നമ്മൾ ഒത്തൊരുമിച്ചിട്ട് ഏകദേശം ഒരു വർഷം മുമ്പായ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി അകന്നിരിക്കേണ്ട ഒരു സാമൂഹികാവസ്ഥയെ കുറിച്ച് നമ്മുടെ സമൂഹം നമ്മൾ പഠിപ്പിക്കുമ്പോൾ തങ്ങളെ ഉത്തരവാദിത്വം ഏത് രൂപയും നിറവേറ്റണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി മെറിറ്റിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഫലം നല്ല A+ മാത്രം നിറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് +2 നിന്ന് കൈവരിക്കാനാവണം. അങ്ങനെ മുഴുവൻ A+ നിറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരുപാട് അംഗീകാരം ലഭിക്കുന്നതായി തീരും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത്തരത്തിൽ മുഴുവൻ A+ നിറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതാകട്ടെ ഈ വിജയരഥ പരിപാടി. അതിന് തുനിഞ്ഞ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഓൺലൈൻ കാലത്തെ പരീക്ഷാ മുന്നൊരുക്കം എന്ന വിഷയത്തെ അധികരിച്ച് വിപിൻ കുമാർ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കര അധ്യാപകനാണ്. നമ്മുടെ സഹപ്രവർത്തനായിരുന്നു. ക്ലാസ് നയിക്കാൻ വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. എന്റെ ശബ്ദം അങ്ങ് പിറകുവരുത്തുന്നല്ലോ. ഈ മൈക്കിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ഇതാണ് പരിപാടി കഴിഞ്ഞു. നിങ്ങളെ ആ പിടിച്ചു വെച്ചിരിക്കുന്ന മസിലുണ്ടല്ലോ, അതിന് വേണം ഫ്രീ ആയിട്ടിരിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞു. എല്ലാടിക്കുന്നതൊക്കെ പുറത്തു പോയി. ആരും അതേ ബാക്കി ഒക്കെ മസിലൊക്കെ വിട്ട്
വളരെ ഓക്കെ. അപ്പൊ നമ്മള് നേരത്തെ വിശ്വാസത്തോടെ പറഞ്ഞു വല്ലാത്ത അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു വർഷം. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കാകെ ഒരു ജീവിതമേ ഉള്ളൂ. കഴിഞ്ഞു പോയ കാലം ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ആർക്കും തിരിച്ചു കിട്ടില്ല. പോയത് അപ്പം പാറി പറന്ന് നടക്കേണ്ട നിങ്ങളുടെ 17ാമത്തെ വയസ്സിലെ +2 കാലഘട്ടം ഈ ഒരു കൊറോണ കൊണ്ടുപോയി. അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ചൈനയിലെ ഏതോ ഉൾനാടൻ പ്രദേശത്ത് എന്ന് പറയുന്നു, ലാബിൽ നിന്ന് പറയുന്നു, എവിടുന്നാണ് നമുക്കറിയില്ല, എങ്ങു നിന്നോ വന്ന നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവി 900 കോടിയിലധികം ജനങ്ങളെയും പ്രത്യക്ഷമായി ബാധിച്ചു. എല്ലാവർക്കും നഷ്ടം സംഭവിച്ച ഒരു വർഷമാണ് നടന്നത്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ക്ഷയിക്കാൻ കൊടുത്തുകൂടാ, നമ്മുടെ സുഹൃത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടാ, സുഹൃത്തിന്റെ അടുത്തിരുന്നൂടാ. ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മെ കടന്നു പോകാൻ ഈ ഒരു വൈറസിന് സാധിച്ചു. ഇന്നലെ നിങ്ങൾക്ക് മറ്റൊരു പ്രസ്ഥാനങ്ങളുണ്ടാവും. വീണ്ടും ഇതുപോലുള്ള അനേക സൂക്ഷ്മജീവികള് ഈ ഭൂമുഖത്തുണ്ട് എന്നും ആർട്ടിക്കിളും അന്റാർട്ടിക്കുകളൊക്കെയുള്ള മഞ്ഞിടുക്കുകളില് ഇവ എന്താണ് സുഷുപ്തിയിലാണ്ടിരിക്കുകയാണെന്നും ഒരു സാഹചര്യം വരുമ്പോ ഇതെന്ത് ചെയ്യും, ഇത് പൊട്ടിപ്പുറപ്പെടും എന്നോ പറയും. എന്തോ സംഗതി കഴിഞ്ഞു പോയി. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം എക്സാം ആണുള്ളത്. നമുക്ക് കൊറോണ വന്നതുകൊണ്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് വന്നു ചേർന്നു. അപ്പൊ ആ അവസരങ്ങള് നമ്മൾ എങ്ങനെ നമ്മുടേതാക്കി മാറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? ഹലോ ഹലോ, ഞാൻ ഹലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണം ഹായ്. കേട്ടിട്ടുണ്ടാവല്ലേ? ഞാൻ ഹലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണം ഹായ്. ഞാൻ ഹായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണം ഹലോ. ഹലോ 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 എല്ലാവരും കാര്യം ബെഞ്ചിലും അപ്പുറം തൊണ്ടേ കൊറോണ എന്നോട് കാര്യം. ഞാൻ നിങ്ങൾക്ക് 3 ഫ്രൂട്ട്സ് തരാൻ പോകും. 1 ആപ്പിള്, 2 ഓറഞ്ച്, 3ാമത്തെ എന്താണ് പൈനാപ്പിൾ. പഴം തരാം. അതാണ് ഏറ്റവും എനർജിക്ക് ഏറ്റവും ബൂസ്റ്റ്, ഏറ്റവും നമ്മൾ ഏറ്റവും എനർജി തരുന്ന ഫ്രൂട്ട്സ് ഏതാ? അതുകൊണ്ടല്ലേ കളിക്കാർക്ക് കാണുന്നില്ലേ അതിന്റെ പകുതിക്ക് വെച്ച് അവര് എന്താ കഴിക്കുക? ഫുട്ബോൾ കളിക്കാർക്ക് ക്യാമറയിൽ കൊടുക്കാത്തതാണ് ഫുട്ബോൾ കളിക്കാരൊക്കെ ഈ കളിയുടെ ഇടവേളകളിൽ വരാനായിട്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നവരാണ്. അതെ, ഞാൻ 3 ഫ്രൂട്ട്സ് തരാൻ പോകണം.